ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്പേഴ്സിനെ കുറിച്ചാണ്. അതായത് ഫോർമാറ്റിംഗ് ഇൻ ഷീറ്റ് അഥവാ ഫോർമാറ്റിംഗ് ഇൻ എക്സലിലെ തേർഡ് പാർട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്പേഴ്സ് എടുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഹോം ടാബിൽ തന്നെയാണ് നമ്പേഴ്സ് എന്നുള്ള ഓപ്ഷൻ വരുന്നത്. ആൻഡ് നമുക്ക് അലൈൻമെൻറ്റ് കഴിഞ്ഞ് വരുന്ന നെക്സ്റ്റ് ഓപ്ഷനാണ് നമ്പേഴ്സ്. ഓക്കെ, അപ്പോൾ നമ്പറിൻ്റെ ഡിഫോൾട്ട് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡാണ്. ആൻഡ് ടെക്സ്റ്റിൻ്റെ ഡിഫോൾട്ട് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡാണ് കേട്ടോ. നമ്പേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷനിലോട്ട് എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നോക്കാം. ഹോം ടാബ് എടുക്കുന്നു. ഹോം ടാബ് എടുത്തതിന് ശേഷം അലൈൻമെൻറ്റ് എന്ന് കഴിഞ്ഞതിൻ്റെ ആ ഒരു ഓപ്ഷൻ കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെയാണ് നമ്പേഴ്സ് എന്ന് വരുന്നത്. നമുക്ക് നമ്പേഴ്സിൽ ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ട്. ജനറൽ വരുന്നുണ്ട്, അതായത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ ഫോമാറ്റ്സ് ഒന്നും കാണിക്കുന്നില്ല. അതിനെ പറയുന്നതാണ് ജനറൽ ഫോമാറ്റ് അല്ലെങ്കിൽ ജനറൽ എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത് പറയുന്നത് നമ്പേഴ്സ് എന്നുള്ള ഒരു ഫോമാറ്റ് ആണ്. മൂന്നാമതായിട്ട് പറയുന്നത് കറൻസി ആണ്. ആൻഡ് നാലാമതായിട്ട് പറയുന്നത് അക്കൗണ്ടിങ് ഫോമാറ്റ് ആണ്. പിന്നെ നമുക്ക് ഡേറ്റിനെ ഷോർട്ട് ഡേറ്റ് ആയിട്ടും കാണിക്കാൻ പറ്റുന്നതാണ്, ലോങ് ഡേറ്റ് ആയിട്ടും കാണിക്കാൻ പറ്റുന്നതാണ്. നമുക്ക് രണ്ട് തരത്തിൽ ഡേറ്റിനെ കാണിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് സമയം കാണിക്കാനുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ പേഴ്സൻറ്റേജ് കാണിക്കാവുന്നതാണ്, ഫ്രാക്ഷൻസിനെ കാണിക്കാവുന്നതാണ്. അതുപോലെ തന്നെ സയൻറ്റിഫിക് നമ്പേഴ്സ് നമുക്കിവിടെ കാണിക്കാവുന്നതാണ്. ടെക്സ്റ്റ് കാണിക്കാവുന്നതാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ടെക്സ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് നമ്പേഴ്സിനെയും നമുക്ക് കാണിക്കാവുന്നതാണ്. പിന്നെ ഒത്തിരി ഓപ്ഷൻസ് അല്ലാതെയും വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ മോർ ഫോർമാറ്റ്സ് എന്ന് കൊടുത്തപ്പോൾ എനിക്ക് ഈ ഒരു ഡയലോഗ് ബോക്സ് ഇവിടെ പോപ്പപ്പ് ആയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഡയലോഗ് ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഷോർട്ട് കട്ട് കീ ഉണ്ട്. Ctrl+1 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഡയലോഗ് ബോക്സ് പോപ്പപ്പ് ചെയ്ത് വരുന്നതാണ്. ഇതല്ലെങ്കിൽ നമുക്ക് ഇവിടെ കാണുന്ന ഈ ഒരു ഡെഡ് ആരോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും എന്താവുന്നതാണ്, നമുക്ക് ഈ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് വരുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എങ്ങനെയാണ് നമ്പർ എക്സാമ്പിളോട് കൂടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് കേട്ടോ. ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്പറിൻ്റെ ഡിഫോൾട്ട് അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് റൈറ്റ് സൈഡാണ്. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. 82 എന്ന് പറഞ്ഞ് തന്നെ ഇവിടെ കൊടുക്കുന്ന സമയത്ത് അത് റൈറ്റ് സൈഡിലോട്ടാണ് അലൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഏതൊരു നമ്പർ ഇൻപുട്ട് ചെയ്ത് കഴിഞ്ഞാലും അത് റൈറ്റ് സൈഡിലോട്ടാണ് ഡിഫോൾട്ടായിട്ട് അലൈൻ ചെയ്തിരിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡേറ്റിനെ കുറിച്ചാണ്. ഓക്കെ, ഡേറ്റ് നമുക്ക് രണ്ട് തരത്തിലാണ് വരുന്നത്. അതായത് ലോങ് ഡേറ്റും വരുന്നുണ്ട്, ഷോർട്ട് ഡേറ്റും വരുന്നുണ്ട്. ഓക്കെ, രണ്ട് ഡേറ്റിൻ്റെ ഫോർമാറ്റുകളാണ് വരുന്നത്. ലോങ് ഡേറ്റും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഷോർട്ട് ഡേറ്റും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലോങ് ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് അത്യാവശ്യം എലാബറേറ്റ് ചെയ്തിട്ടാണ് ഒരു ഡേറ്റിനെ കാണിക്കുന്നത്. ഷോർട്ട് ഡേറ്റ് എന്ന് പറയുമ്പോൾ ലൈക്ക് ഈ ഒരു ഫോർമാറ്റിലാണ് ഷോർട്ട് ഡേറ്റ്സ് വരുന്നത്. രണ്ട് ഫോർമാറ്റ്സിൽ കാണിക്കുന്നുണ്ട് ഡേറ്റ്സിന്. നമുക്ക് ഡേറ്റ്, മന്ത്, ഇയർ എന്നുള്ള ഫോർമാറ്റിൽ റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ ഇയർ, മന്ത്, ഡേറ്റ് എന്നുള്ള ഫോർമാറ്റിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. അതിനുള്ളൊരു എക്സാമ്പിളാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറൻസിയെ കുറിച്ചാണ്. ഞാൻ ജസ്റ്റ് ഒരു നമ്പർ ഇവിടെ എഴുതുന്നുണ്ട്. 789 എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് ഇങ്ങനെ കാണിക്കാനായിട്ടുള്ള ഒരു കാരണം, ഇതിൻ്റെ ഫോർമാറ്റ് ജനറലാണ് കിടക്കുന്നത്. എനിക്കിത് കറൻസി ആയിട്ട് കാണിക്കണം എന്നാണെങ്കിൽ ഞാൻ ഈ ഒരു കോളം സെലക്ട് ചെയ്യുക, ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, കറൻസി എന്നുള്ളത് കൊടുക്കുക. ഞാനിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്ന നമ്പർ എന്ന് പറയുന്നത് 789 എന്നുള്ളതായിരുന്നു. എനിക്ക് ഇനി ഈ ഒരു നമ്പറിന് വേണം എന്നാണെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, ഇതിൻ്റെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഞാൻ എന്ത് ചെയ്യാവുന്നതാണ്, ഇതിൻ്റെ ഫോർമാറ്റ് ചേഞ്ച് ചെയ്യാനായിട്ട് Ctrl+1 എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. ഇതിൻ്റെ ഡെസിമൽ പ്ലേസസ് കൂട്ടി കൊടുക്കണം എന്നാണെങ്കിൽ കൂട്ടി കൊടുക്കാവുന്നതാണ്. ഡെസിമൽ പ്ലേസ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ ഒരു നമ്പറിന് ശേഷം, ഈ 789 എന്ന് പറയുന്ന നമ്പറിന് ശേഷം 2 സീറോസ് വരുന്നുണ്ട്. ഈ സീറോസിനെ വേണമെങ്കിൽ എനിക്ക് കളയാവുന്നതാണ്. കാരണം ഇവിടെ ഡോട്ട് ഇട്ടതിന് ശേഷം 2 സീറോസ് വന്നു കഴിഞ്ഞാലും ഈ ഒരു നമ്പറിന് വാല്യൂ ഒന്നും വരുന്നില്ല അല്ലേ, അത് വലിയൊരു നമ്പറായിട്ടൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ എനിക്ക് വേണം എന്നാണെങ്കിൽ ഈ സീറോസിനെ എടുത്ത് കളയാവുന്നതാണ്. അത് രണ്ട് തരത്തിൽ ചെയ്യാവുന്നതാണ് കേട്ടോ. ലൈക്ക് ഞാനിവിടെ ഒന്നെങ്കിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ എനിക്ക് ഇവിടെ സീറോൻ്റെ എണ്ണം കുറഞ്ഞിട്ടുണ്ട്, വീണ്ടും കൊടുക്കാവുന്നതാണ്. ഞാൻ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിട്ടുണ്ട്, ഇവിടെ അതിൽ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇവിടെ നമുക്ക് ഡെസിമലിൻ്റെ ഓപ്ഷൻ വരുന്നുണ്ട്. എനിക്ക് ഡെസിമൽ ഇൻക്രീസ് ചെയ്യണമെന്നാണെങ്കിൽ, അതായത് ഈ ഒരു നമ്പറിന് ശേഷം വരുന്ന സീറോസിൻ്റെ എണ്ണം ഇൻക്രീസ് ചെയ്യണമെന്നാണെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ പോയിന്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ കണ്ടോ, ഇൻക്രീസ് ഡെസിമൽ എന്നുള്ളൊരു ഓപ്ഷൻ കണ്ടില്ലേ, ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യും തോറും എന്താവുന്നുണ്ട്, നമുക്ക് ഡെസിമലിൻ്റെ
ഡെസിമലിൻ്റെ എണ്ണം കൂടി വരുന്നുണ്ട്, അത് ഡിക്രീസ് ചെയ്യണം എന്നാണെങ്കിൽ ഡിക്രീസ് ഡെസിമൽ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്താലും മതി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, Ctrl+1 പ്രസ് ചെയ്തതിന് ശേഷം ഈ ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഡെസിമൽ പ്ലേസസിൽ നമുക്ക് ഇൻക്രീസ് ചെയ്യാവുന്നതാണ്, അതുപോലെ തന്നെ ഡിക്രീസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി എനിക്ക് ഈ ഒരു നമ്പറിനെ എന്തിലോട്ട് മാറ്റണം, എനിക്ക് വേറെ ഒരു കറൻസിയിലോട്ട് മാറ്റണം എന്നാണെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. അതെങ്ങനെയാണ് നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്, കറൻസി ചേഞ്ച് ചെയ്യുന്നത് നോക്കിയാലോ. ഇവിടെ കറൻസി ചേഞ്ച് ചെയ്യാൻ എന്ന് മീൻ ചെയ്യുന്നത് നമ്മൾ കറൻസിയുടെ ആ ഒരു സിമ്പിൾ ഉണ്ടല്ലോ, ഇപ്പോൾ ഡോളർ സൈൻ ആണെങ്കിൽ അതെങ്ങനെയാണ് INR സിമ്പിളിലോട്ട് മാറ്റുക, അതാണ് ഇവിടെ കാണിക്കുന്നത്. ഡയറക്റ്റ് കൺവേർഷൻ അല്ല, ലൈക്ക് നമ്മൾ $1 എന്ന് പറയുന്നത് അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ട് വരുന്ന ആ ഒരു കറൻസീനെ അല്ലേ ഇവിടെ കാണിക്കുന്നത് കേട്ടോ, അല്ലേ? അതല്ല ഇവിടെ കാണിക്കുന്നത്, അതല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ആ ഒരു ഈക്വലൻ്റ് ആയിട്ട് വരുന്ന കറൻസി എങ്ങനെയാണ് കൺവേർഷൻ വരുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ അപ്കമിങ് വീഡിയോസിലാണ് കേട്ടോ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു കറൻസിയെ ചേഞ്ച് ചെയ്തിട്ട് INRലോട്ട് മാറ്റാണ്. അപ്പോൾ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫോർമാറ്റ് സെൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ Ctrl+1 എന്നുള്ളത് പ്രസ് ചെയ്യാം. അല്ല എന്നാണെങ്കിൽ ഈ ഒരു നമ്പറിൻ്റെ അടുത്ത് വരുന്ന ഈ ഒരു ഡെഡ് ആരോ അല്ലെങ്കിൽ ഡൗൺ ആരോ പ്രസ് ചെയ്യാവുന്നതാണ് കേട്ടോ. പ്രസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാവുന്നതാണ്, നമുക്ക് ഏതൊരു സിമ്പിളാണ് വേണ്ടത്, എനിക്കിപ്പോൾ വേണ്ടത് INR ആണ്. ഞാൻ ജസ്റ്റ് INR എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. INR എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ INR വന്നിട്ടുണ്ട്, INRലോട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, കണ്ടോ ഇവിടെ അപ്പോൾ ചേഞ്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പേഴ്സൻറ്റേജിനെ കുറിച്ചിട്ടാണ്. ഞാൻ ജസ്റ്റ് ഏതെങ്കിലും ഒരു നമ്പർ കൊടുത്തു, ലൈക്ക് 6589, 6589 എന്നുള്ളൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു നമ്പറിനെ എനിക്ക് എന്തായിട്ട് കൺവേർട്ട് ചെയ്യണം, പേഴ്സൻറ്റേജിലോട്ട് മാറ്റണം. പേഴ്സൻറ്റേജിലോട്ട് മാറ്റാനായിട്ട് എനിക്ക് ഈതർ ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോഴേക്കും അത് പേഴ്സൻറ്റേജിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഇനി അതല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഇവിടെ ഈ ഒരു നമ്പറിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അതായത് ഷോർട്ടസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് Ctrl+Shift% ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താവുന്നതാണ്, എനിക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഓക്കെ കോളോട്ടോ, ഞാൻ ഇവിടെ ഈ ഒരു ഡൗൺ ആരോ എടുത്തിട്ടുണ്ട്. ഡൗൺ ആരോ എടുത്തതിന് ശേഷം പെർസെൻറ്റേജ് എന്ന് കൊടുക്കുന്നു. പെർസെൻറ്റേജിൽ ഡെസിമൽ പ്ലേസസിൻ്റെ ആവശ്യമില്ലല്ലോ. ഓക്കെ എന്ന് കൊടുക്കും, സോറി സെലക്ട് ചെയ്ത സെല്ല് മാറിപ്പോയി. 85% എന്ന് കൊടുക്കുന്നു. നമുക്കിവിടെ സീറോസിൻ്റെ ആവശ്യമില്ലല്ലോ, കണ്ടോ മാറിയിട്ടുണ്ട്. ഇങ്ങനെയാണ് പെർസെൻറ്റേജ് കാണുന്നത്. ഇനി ഈ ഒരു നമ്പറിൻ്റെ ഫ്രാക്ഷനാണ് നമുക്ക് കാണേണ്ടത്. ഈ ഒരു നമ്പറിൻ്റെ പെർസെൻറ്റേജ് അല്ല ഫ്രാക്ഷനാണ് കാണേണ്ടത് എന്നാണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് സെലക്ട് ചെയ്യുന്നു, ഫ്രാക്ഷൻ എന്ന് കൊടുക്കുന്നു. അതിൻ്റെ ഫ്രാക്ഷൻ എന്താണ്, 85 എന്നുള്ളതാണ്. വിച്ച് മീൻസ് ഈ ഒരു തന്നിട്ടുള്ള നമ്പർ നമ്മൾ 100 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇനി എനിക്ക് ഈ ഒരു നമ്പറിനെ വീണ്ടും അടുത്തൊരു ഓപ്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യണം. സയൻറ്റിഫിക് എന്നുള്ളത് ഞാൻ കാണിക്കുകയാണ്. ഓക്കെ, സയൻറ്റിഫിക് എന്നുള്ളത് കാണിച്ചപ്പോൾ എന്തായിട്ട് മാറിയിട്ടുണ്ട്, ഇവിടെ നമുക്ക് മാൻഡിസ പാർട്ടും എക്സ്പോണൻറ്റ് പാർട്ടും കാണിക്കുന്നുണ്ട്. ഇതാണ് എക്സ്പോണൻറ്റ് പാർട്ട്, ഇതിൽ മാൻഡിസ പാർട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അടുത്തത് ഞാൻ ടെക്സ്റ്റായിട്ട് കാണിക്കുകയാണ്. ടെക്സ്റ്റായി കാണിച്ചപ്പോൾ എന്താണ്, ഈ ഒരു നമ്പർ ഏത് ഭാഗത്തോട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്, ലെഫ്റ്റിലോട്ട് അലൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈമിനെ കുറിച്ചാണ്. ഓക്കെ, ടൈം നമുക്ക് രണ്ട് തരത്തിലാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് ഒന്നെങ്കിൽ ട്രെയിൻ ടൈം ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയായിട്ട് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. ആസ് യൂഷ്വൽ നമ്മൾ 12 ഹവറിലും അല്ലെങ്കിൽ 24 ഹവറിലുമാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ട് തരത്തിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാവുന്നതാണ്. 24 ഹവർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത് 7:35 PM ആണ്. അപ്പോൾ നമ്മൾ 7:35 PM എന്ന് പറയുമ്പോൾ അത് 24 ഹവറിലാണ് നമ്മൾ നോക്കുന്നത് എന്നാണെങ്കിൽ അതിൻ്റെ ഈക്വലൻ്റ് ആയിട്ട് വരുന്ന സമയം എന്ന് പറയുന്നത് 19:35 എന്ന് വരും. ഓക്കെ, 19:35 PM എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു സെഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെല്ലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അതുപോലെ തന്നെ സെൽ എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, സെല്ലിൽ വരുന്ന മറ്റ് ഓപ്പറേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.